ഹായ് ട്രേഡേഴ്സ്, എനിക്ക് എല്ലാ ദിവസവും DMs വരാറുണ്ട്. സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കണ്ടേ, ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണ്ടേ, എൻട്രി എവിടെ നിന്ന് ചെയ്യണ്ടേ, എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് വരാറുണ്ട് ഡെയിലി. നമ്മളെല്ലാത്തിനുള്ള ആൻസേഴ്സ് ടെലിഗ്രാമിൽ നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടാണ് കാണിക്കാറുള്ളത്. അതിൻ്റെ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് എല്ലാതും, ടാർഗറ്റ് എല്ലാതും നമ്മൾ ടെലിഗ്രാമിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുതായി ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അത് കാണാൻ പറ്റും. പിന്നെ മേജറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് റിവേഴ്സൽ എങ്ങനെ കണ്ടുപിടിക്കാൻ. അതായത് ഇപ്പോൾ പിയിലേക്ക് വേണം മാർക്കറ്റാന്ന് വയ്ക്കി, അല്ലെങ്കിൽ സിയിലേക്ക് വേണം മാർക്കറ്റാന്ന് വയ്ക്കി. അതിൻ്റെ ട്രെൻഡ് എവിടെയാണ് റിവേഴ്സ് ആവുന്നത്? ഇപ്പോൾ സിയിലേക്ക് വേണം മാർക്കറ്റിൽ പെട്ടെന്നൊരു പിയിലേക്കുള്ള എൻട്രി, അത് നമുക്ക് ഫസ്റ്റ് എങ്ങനെ കിട്ടും, എങ്ങനെ നമുക്കത് എടുക്കാൻ പറ്റും? അങ്ങനത്തെ ഒരു എൻട്രി നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ബ്ലാസ്റ്റിംഗ് എൻട്രി ആയിരുന്നു, നിഫ്റ്റിയിലായിരുന്നു കിട്ടിയത്. ഇന്നൊരു ഫുൾ ടാർഗറ്റ് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ എൻട്രിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതൊരു അടിപൊളി എൻട്രി ആയിരുന്നു. ഞാനത് 9:30ക്കാണ് അപ്ഡേറ്റ് ചെയ്തത്. പിയിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. പിന്നെ ഞാൻ 9:55 കൊണ്ടായിരുന്നു. ട്രെൻഡ് റിവേഴ്സലാകാൻ പോവാണ്, എല്ലാവരും നോക്കിയിരിക്കുക. എൻട്രി വരുന്നുണ്ട്, ട്രെൻഡ് റിവേഴ്സലാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി ബാങ്ക് ഒരു 400 പോയിന്റ് അപ്പിൽ പോയ ശേഷമാണ് ഡൗൺ വന്നത്. നിഫ്റ്റി ഒരു 150 പോയിന്റ് അപ്പിൽ പോയ ശേഷമാണ് ഡൗൺ വന്നത്. ഈ ഡൗൺ വന്നത് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത് ഫുള്ള് സ്ട്രൈക്കിലാണ്. അതായത് സ്പോട്ട് ചാർട്ട് നോക്കാറില്ല എന്നല്ല പറയണത്. ഒരു 99% സ്ട്രൈക്ക് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സ്ട്രൈക്കിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ട്രെൻഡ് റിവേഴ്സിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ളത്. നമ്മൾ ഏതൊരു ട്രേഡറിനേക്കാളും മുമ്പ് നമ്മൾ യൂട്യൂബിലെടുത്തോ, ലൈവ് ചെയ്യണോണ്ടെടുത്തോ, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യണോണ്ടെടുത്തോ, ടെലിഗ്രാമിൽ ചെയ്യണോണ്ടെടുത്തോ, ആരേക്കാളും ഫസ്റ്റ് എനിക്ക് ട്രെൻഡ് റിവേഴ്സിൽ പറയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ട്രൈക്കിൽ ചെയ്യണോണ്ടാണ്. സ്പോട്ടിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് റിവേഴ്സ് നമുക്ക് കിട്ടില്ല, പെട്ടെന്ന് കിട്ടണ കാര്യങ്ങൾ നടക്കില്ല. ഇത് നിഫ്റ്റിയിലത്തെ ചാർട്ടാണ്. നിഫ്റ്റിയിലെ ചാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഞാൻ 9:30 കൊടുത്താണ് PE സ്ട്രൈക്ക്, 9:55 ട്രെൻഡ് റിവേഴ്സിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നിഫ്റ്റി സ്ട്രൈക്കിൽ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിലെൻ്റെ റെസിസ്റ്റൻസിനും സപ്പോർട്ടിനും ഇടയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ആ ടൈമിൽ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽസാണ്, ഇവിടെയുള്ള ക്യാൻഡിൽസിലാണ്. അതായത് ഞാൻ കൊടുത്ത റെസിസ്റ്റൻസിനും സപ്പോർട്ടിനും ഇടയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. 9:55 എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലാണ്, ഈ ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ട്രെൻഡ് റിവേഴ്സിലായി. പിന്നെ 9:57 ആയപ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ, എക്സാക്റ്റ് ഈ ക്യാൻഡിലാണ് നമുക്ക് എൻട്രി. ഇത് സ്പോട്ട് പ്രകാരമുള്ള കാര്യമാണ് പറയണത്. സ്പോട്ടിൽ ഇതൊക്കെ ഇവിടെ കിടക്കുന്നത്. പക്ഷേ എനിക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസും എൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസും ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് എൻട്രി പറയാൻ പറ്റി. എൻട്രി ആയി. ഞാൻ 9:57 എൻ്റെ എൻട്രി വരുന്നത്. അത് അവിടേക്കൊക്കെ ഞാൻ വരാം. തൽക്കാലം ഇത് ജസ്റ്റ് സ്പോട്ടിനെ കമ്പയർ ചെയ്യുന്നതാണ് ഞാൻ. അപ്പോൾ നമുക്ക് സ്പോട്ട് പ്രകാരം എൻട്രി എടുക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് സ്ട്രൈക്കിൽ എൻട്രി എടുക്കാൻ പറ്റില്ല. പക്ഷേ സ്ട്രൈക്കിലാണ്. സ്ട്രൈക്കിൽ ചെയ്യുമ്പോൾ നമുക്കത് മുൻകൂട്ടി വരും. അതെന്താ കാരണം? പ്രൈസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൈസാണ് അൾട്ടിമേറ്റ് കിങ് മാർക്കറ്റിലത്തെ. പ്രൈസിൽ എന്ത് സംഭവിക്കുന്നു, പെർട്ടിക്കുലർ പ്രൈസിൽ എന്ത് സംഭവിക്കുന്നു മാർക്കറ്റിൽ, അതാണ് അവിടുത്തെ എൻട്രി. മനസ്സിലാക്കിക്കോ. നിങ്ങളൊരു പെർട്ടിക്കുലർ പ്രൈസ് കണ്ടുപിടിച്ചാലാണ് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അതർവൈസ് യു ക്യാൻ നോട്ട് എൻട്രി ഇൻ എനിവെയർ. ഞാനിപ്പോൾ സ്പോട്ട് നോക്കി സ്ട്രൈക്കിൽ ട്രേഡ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും എൻട്രി പോസിബിൾ അല്ല. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ റെസിസ്റ്റൻസും ഇവിടെയാണ് നിങ്ങൾക്ക് കാണാം. 23.97 റെസിസ്റ്റൻസ്, 23.164 സപ്പോർട്ട്. അപ്പോൾ ഈ സ്പോട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കാണ് മനസ്സിലാവണു അത് സ്ട്രൈക്കിലാണ് സംഭവിക്കണത്, പെർട്ടിക്കുലർ പ്രൈസിലാണ് സംഭവിക്കണത്. നിങ്ങളും ആ പ്രൈസ് കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി ഫാസ്റ്റ് എടുക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും മാർക്കറ്റ് 9:15 തൊട്ട് 3:30 വരെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇത്രയും ടൈമിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങളൊരു 10:30 വരെ 11:30 വരെ ഒന്ന് ട്രേഡ് ചെയ്തോ, കിട്ടുന്ന ലോസും പ്രോഫിറ്റ് നിങ്ങൾ എടുത്തോ. ബാക്കി നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്താൽ മതി, ട്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. ഈ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് കാണാൻ പറ്റും. ഈ ടൈം കൊണ്ട് തന്നെ ഈ പറഞ്ഞ 10:30-11 മണിക്കുള്ള അത്യാവശ്യം നമ്മൾ പ്രോഫിറ്റിലായിരിക്കും അല്ലെങ്കിൽ ലോസിലായിരിക്കും. പിന്നെ നിങ്ങൾ ഓവർ ട്രേഡ് ഒന്നും നിൽക്കണ്ട. അപ്പോൾ ട്രെൻഡ് റിവേഴ്സിലൊക്കെ ഫസ്റ്റ് വരുന്നത് സ്ട്രൈക്കിലാണ്. നിങ്ങൾ സ്പോട്ട് നോക്കിയിരുന്നാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ സ്ട്രൈക്കിലേക്ക് വരെ ട്രേഡ് ചെയ്യുക. സ്പോട്ട് പ്രകാരം ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറേ പാറ്റേൺ പഠിക്കും, കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോവും, കുറേ അല്ലറ ചില്ലറ പൊടിക്കൈകളൊക്കെ നിങ്ങൾ പഠിക്കും. എല്ലാം ശരി തന്നെയാണ്. ഞാൻ ഒന്നിനെയും കുറ്റം പറയണില്ലേ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും കുറ്റം പറയണില്ലേ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ താഴത്തെ വയ്ക്കണില്ലേ. എല്ലാവരും പറഞ്ഞു പറഞ്ഞ അറിവ് തന്നെയാണ്. അറിവുകളൊക്കെ നിങ്ങൾ ശേഖരിച്ച് വെച്ചേക്ക്, ഒരു പ്രശ്നമില്ല. അതൊക്കെ സത്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ അറിവുകൾ ശേഖരിച്ച് വയ്ക്കുക. നിങ്ങളെന്താ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങളൊരു സ്ഥലത്തു നിന്ന് പഠിച്ചു, ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നിങ്ങൾ വെച്ചോ, മനസ്സിൽ വിചാരിച്ചോ, അവിടെ നിന്ന് പഠിച്ചു. നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് പ്രോപ്പർ എൻട്രി അറിയണം, സ്റ്റോപ്പ് ലോസ് അറിയണം, ടാർഗറ്റ് അറിയണം. ഇത്ര കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുതരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളവിടെ വെറും അറിവ് മാത്രമേ നേടണമുള്ളൂ. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതാണ്. നിങ്ങൾ എവിടെ പോയി പഠിച്ചാലും നിങ്ങൾക്ക് ഈ 3 കാര്യത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുകയാൽ നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി പഠിച്ചോ, ഒരു പ്രശ്നമില്ല. എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, ഈ 3 കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി പഠിച്ചോ, എന്തുവേണമെങ്കിലും ചെയ്തോ. അറിവിന് മാത്രമായിട്ടാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് 3/4% ആൾക്കാരും, ഒരു 90% ആൾക്കാരും ട്രേഡിങ്ങിൽ അറിവ് മാത്രമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴും എൻട്രി അറിയില്ല, സ്റ്റോപ്പ് ലോസ് അറിയില്ല, ടാർഗറ്റ് അറിയില്ല. നിങ്ങൾ ഏതെടുത്തോ, SMC എടുത്തോ, ICT എടുത്തോ, പ്രൈസ് ആക്ഷൻ എടുത്തോ, ഏത് ടെക്നിക്ക് പഠിച്ചാലും ശരി, ഇപ്പോൾ നിങ്ങൾ സീറോയിൽ നിൽക്കണതിൻ്റെ കാര്യം അതാ. എനിക്ക് കുറേ DMs പറഞ്ഞതും അത് തന്നെയാണ്. എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഒന്നും അറിയില്ല, പക്ഷേ ട്രേഡിങ് അറിയാം. അപ്പോൾ നിങ്ങൾ അവിടെ നിന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ച് കയറി വാ, അതെനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമ്മളിവിടെ കറക്റ്റായിട്ട് എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഞാൻ ഫസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുക, കറക്റ്റ് എൻട്രികൾ എടുക്കുക, വെയിറ്റ് ചെയ്ത് എടുക്കുക. ആരും നിൽക്കും ചാടി കയറി എടുക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ലേ. നമുക്ക് കണ്ടീഷൻ അവിടെ ആക്ടിവേറ്റ് ആവണം, അവിടെ എൻട്രി ഉള്ളൂ. അതുവരെ നിങ്ങൾ കൂളായിട്ടിരുന്നോ, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ടല്ലോ, പിന്നെ ടെൻഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1:1, 1:2, 1:3, 1:4, 1:5 ഇത്രയും ചാൻസ് എടുക്കുക, എവിടെ വേണമെങ്കിലും എക്സിറ്റ് അടിക്കുക, പ്രോഫിറ്റില്ലേ. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് പോയാൽ പിന്നെ എൻട്രി ചെയ്യാത്ത പ്രൈസിലുണ്ട്, മറക്കണ്ടാരും ആ ടെക്നിക്ക്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു തരുന്ന ടെക്നിക്കാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോയി പഠിക്കുക, ഒരു പ്രശ്നമില്ല. ലോഡ് സൈസ് കൂടുകയാണ്, അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ പോയി പഠിക്കുക. അവരോട് ചോദിക്കുക എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ പഠിക്കലെന്ന് പറഞ്ഞാൽ കോഴ്സല്ല, നമ്മളൊരു കോഴ്സ് രൂപത്തിലും നല്ലത് ചെയ്യണത്. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റും. അത്യാവശ്യം അറിയണ ഒരാളാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ പഠിച്ചിറങ്ങാൻ പറ്റും. കറക്റ്റായിട്ട് എൻട്രി എവിടെയാണ്, എക്സിറ്റ് എവിടെയാണ്, ടാർഗറ്റ് എവിടെ കിട്ടും, എത്ര പോയിന്റ് ടാർഗറ്റ് വയ്ക്കണം, എവിടെ നമ്മൾ ഇറങ്ങണം, ഇടയ്ക്കിടയ്ക്ക് പാർഷ്യലായിട്ട് ബുക്ക് ചെയ്യണം, ഇതൊക്കെയും പറഞ്ഞുതരും. ട്രെൻഡ് റിവേഴ്സിൽ മെയിനായിട്ട് എവിടെയാണ് നടക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് അവിടെ കയറി മാർക്കറ്റ് റിവേഴ്സലിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കയറിയിട്ട് ടാർഗറ്റിക്ക് പോകാൻ പറ്റും. അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുൾ പാക്കേജൊക്കെ തന്നെയാണ്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് പഠിക്കുക. ഒരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ് എല്ലാത്തിനും. നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും, ഒരു പ്രശ്നമില്ല. നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കേണ്ട ആവശ്യം വരില്ല. വേറെ കോഴ്സ് ഇപ്പോൾ എൻ്റെ എന്നുള്ള കോഴ്സൊക്കെ നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല. അത്രയും കോൺഫിഡൻസിലാണ് ഞാൻ പറയണത്. 101% ഞാൻ ഈ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങളും സാറ്റിസ്ഫൈഡ് ആവും. നിങ്ങൾക്ക് തരുന്ന പൈസയ്ക്ക് അത് വർത്തായിരിക്കും, കാര്യമായിട്ടാണ് പറയണത്. ഇനി നമുക്ക് ഇന്നത്തെ ടെലിഗ്രാമിലത്തെ കാര്യങ്ങൾക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞ നിഫ്റ്റിയുടെ എക്സ്പീരിയൻസ് ആണ്. സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ട്രേഡ് ചെയ്യുക. എന്തായാലും 40-50 റേഞ്ചിന് തന്നെ നിഫ്റ്റിയും കിട്ടും. എന്നാലും സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. ലോട്ട് കൂടുതൽ എടുക്കുന്നവരുണ്ടെങ്കിൽ ഷുവറായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അങ്ങനെ നേരത്തെ കാണിച്ചെന്താണ് ബാങ്ക് നിഫ്റ്റി ലെവൽസ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് ഞാൻ ഇനിയും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ പ്രൈസ് ആക്ഷൻ എൻട്രി ടൈപ്പാണ് ഇത് കാണിച്ചു കാണുന്നത്. അതെല്ലാവർക്കും എല്ലാ ഡെയിലി വീഡിയോസിലും ഞാൻ പറയണതാണ്. പിന്നെ നമ്മുടെ എൻട്രി പോയിന്റ് ഇങ്ങനെയാണ്. ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി ആണ്, മനസ്സിലാക്കുക. ഞാൻ രാവിലെ കൊടുത്ത ലെവൽസ് 23,700 C, 23,700 P, 53,300 P, 51,200 C. പിന്നെ ആർക്കും ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ട്. അവ ജസ്റ്റ് ഒരു സെറ്റിങ്സ് ആണത്, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആണ് നോക്കി. പിന്നെ 51,200 Cയുടെ ഒരു വേറൊരു പ്രൈസാണ്. പ്രൈസ് മുകളിലേക്ക് നന്നായിട്ട് കയറിയപ്പോൾ ഞാൻ വേറെ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ പ്രൈസിലേക്ക് പോയി തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ വേറൊരു സ്ട്രൈക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 23,700 Cയുടെ വേറൊരു പ്രൈസ് 170.75. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക കേട്ടോ. ഞാൻ 9-17 കൊടുത്തതാണ്. പിന്നെ ഞാൻ കൊടുത്തത് 51,800 C ബാങ്ക് നിഫ്റ്റിയുടെ 1142 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലുള്ള പ്രൈസാണ് കൊടുത്തത്. SL പെയ്ഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വീഡിയോസിൽ ഞാൻ എല്ലാതും പറയുന്നുണ്ട്. SL എത്രയാണ് ഞാൻ ഇടുന്നത് എല്ലാം ഞാൻ പറയുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി നമ്മൾ 20-30 SL. നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്ന പെയ്ഡ് എന്നാണ് ഇടുന്നത്. നമുക്ക് ഫസ്റ്റ് ട്രേഡ് ആക്ടിവേറ്റ് ചെയ്യാൻ 170.75 അതായത് ഇത് 23,700 Cയിൽ.
9/27 SL അടിച്ചേക്കണത്. ആ ഡയറക്റ്റ് SL ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ ഡേറ്റ് 26. ഞാൻ പറഞ്ഞ 170-75 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സെല്ലേഴ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റേറ്റ് ചെയ്ത് മേടിക്കാൻ, റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേടിക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് കാണാൻ ഇത് പെട്ടെന്ന് തന്നെ സെല്ലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ട്രേഡ് ഇല്ല. പിന്നെ അതേ പ്രൈസിലേക്ക് തിരിച്ച് കയറുമ്പോൾ സെല്ലേഴ്സ് റേഷ്യോ വരികയാണെങ്കിൽ പിന്നെയും മേടിക്കാം. അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. നമുക്ക് കാണാം പ്രൈസ് ഭയങ്കരമായിട്ട് ലോ ആയി അടിയിലേക്ക് പോയി. പിന്നെ അവിടെ ട്രേഡ് ഇല്ല. അത് നമുക്ക് 10 points SL എന്നാണത്. നമുക്ക് ആകെ ഒരു SL വന്നിട്ടുള്ളൂ. അത് ഈ ട്രേഡ് ഇപ്പോൾ കാണിച്ചെന്താണ് 10 points SL നിഫ്റ്റിയിൽ. പിന്നെ കൊടുത്ത് 23,800 Pയുടെ കാര്യമാണ്. അതാണ് നമ്മുടെ റിവേഴ്സൽ എൻട്രി. മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കും? പ്രോപ്പർ ഉദാഹരണമാണിത്. 23,800 PE, 41 രൂപ, 10 രൂപ. ഇതിൽ ഞാൻ 10 രൂപ SL ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടാർഗറ്റ് 91. ഇത്ര ഞാൻ കറക്റ്റായിട്ട് കൊണ്ടായിരുന്നു. ഇതേപോലെ തന്നെ 23,700 PE ഞാൻ കൊണ്ടായിരുന്നു. 21.65 എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതും PE തന്നെയാണ്, ഒപ്പം കൊടുത്തതാണ്. ഈ 2 ട്രേഡും സെപ്പറേറ്റ് ടൈം പീരീഡിലാണ് ആക്റ്റീവ് ആയിക്കുന്നത്. രണ്ടും എല്ലാവർക്കും എടുക്കാൻ പറ്റും. നിങ്ങൾക്കാണ് 9:31 കൊടുത്തത്, ഇത് 9:37 കൊടുത്തത്. നമുക്ക് എൻട്രികൾക്കൊക്കെ പോകാം. ഞാൻ ട്രെൻഡ് റിവേഴ്സൽ എൻട്രി ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനത് 9:55. ട്രെൻഡ് റിവേഴ്സൽ എൻട്രി തന്നെയാണ് 9:55. ഞാനത് പറഞ്ഞായിരുന്നു. എനിക്കൊരു കണക്കൂട്ടൽ പോലെ ആ ട്രെൻഡ് റിവേഴ്സലായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഗ്രൂപ്പിലിട്ടത്. കുറേ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ നമുക്ക് തോന്നുമല്ലോ ഓരോ കാര്യങ്ങൾ. അതാണ് ഗ്രൂപ്പിലിടുന്നത്. പി സ്ട്രൈക്ക് വാച്ച് ട്രെൻഡ് റിവേഴ്സൽ എൻട്രി കമ്മി. നിങ്ങൾക്ക് കാണാം, ഇതാണ് എൻട്രി 23,800 PE. നമുക്ക് കാണാം ഇത് 50 പോയിൻ്റാണ് പ്രോഫിറ്റ്. ഓൾറെഡി കണ്ടുപിടിച്ച ലെവലാണ്. നമുക്ക് ഇവിടെ കാണാം 41 അടിയിലേക്ക് ക്ലോസ് ശേഷം 41 മുകളിലേക്ക് പോകാൻ എന്തോരം നിഫ്റ്റി കഷ്ടപ്പെടണമെന്ന്. ഇവിടെ ഒരു ട്രൈ നടത്തി, പക്ഷേ സെല്ലേഴ്സ് കൂടി ചെറിയ കിട്ടും. പിന്നെയാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് കൂടെ റിജക്റ്റ് ചെയ്തു. പിന്നെ ലിമിറ്റോടുള്ള എൻട്രി കിട്ടും, ഇതിന് മുകളിൽ എൻട്രി കിട്ടും. എങ്ങനെ എടുത്താലും നമ്മുടെ 10 പോയിൻ്റ് SL ഇവിടെ പ്രൊട്ടക്റ്റ് ആയിട്ട് തന്നെ നിൽക്കണ്ടായിരുന്നു. നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയ ബ്ലാസ്റ്റിംഗ് തന്നെയാണ്. ഒരു 10 മിനിറ്റിൽ തന്നെ 50 പോയിൻ്റ് ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. 23,800 PE 1:5 അച്ചീവ് ആയിക്കണത്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇപ്പോഴും മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ടില്ല. അടിപൊളി ഒരു മൂവ്മെൻ്റാണ് പിന്നെയും കിട്ടിയത്. അത്യാവശ്യം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ അടിപൊളി പ്രോഫിറ്റ് തന്നെയാണ്. 41 മേടിച്ച സ്ട്രൈക്ക് 128 പോയിൻ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന്. അത്യാവശ്യം ക്ഷമ വേണം, എന്നാലേ നടക്കുള്ളൂ. ഇതൊക്കെയും 1:10 മുകളിലേക്ക് ഇത് പ്രോഫിറ്റിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പോൾ അത്ര നേരം നിൽക്കില്ലല്ലോ. പക്ഷെ ഞാനത് വീഡിയോയിൽ പറഞ്ഞെന്നുള്ളൂ. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മളെടുത്ത ഭാഗത്തിൻ്റെ ഒരു പെർഫോമൻസാണ് കാണിക്കുന്നത്. ഇതൊക്കെ കേട്ടോ, വെറുതെ ഇരുന്ന് പറയല്ല. പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 23,700 PE ആണ്. 23,700 PE ഇവിടെ സ്ട്രഗിൾ ചെയ്ത ശേഷം കറക്റ്റ് ബയേഴ്സ് ക്ലോസ് ശേഷം സെല്ലേഴ്സ് അവിടെ റിജക്റ്റ് ആകാൻ നോക്കുക. കറക്റ്റ് നമ്മുടെ പ്രൈസിൽ തന്നെയാണ് റിജക്ഷൻ വന്നത്. എല്ലാവർക്കും 21-65 കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കിട്ടും. അതൊരു 28 പോയിൻ്റിൻ്റെ മൂവ്മെൻ്റാണ് ഇവിടെ കിട്ടിയാണത്. നല്ല തിരക്കേടില്ലാത്ത എൻട്രി തന്നെയായിരുന്നു അത്. 28 പോയിൻ്റ് 1:2 എന്നാണ് ഞാൻ പറയാനുള്ളൂ. 28 പോയിൻ്റ് ഉണ്ടായത്. അത് 21 രൂപയുടെ സ്ട്രൈക്കാണ്, 28 പോയിൻ്റ് മൂവ്മെൻറ്റ്. ഇതൊരു ജാക്ക് പോട്ട് എൻട്രികളൊന്നും അല്ല ഇതൊന്നും. ഞാൻ ഒന്നിനും ജാക്ക് പോട്ട് എൻട്രി എന്നൊന്നും പറയണില്ലേ. ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള പൊസിഷണൽ ട്രേഡിംഗ് ആണ്. ഇതൊക്കെ 1 മിനിറ്റ് പൊസിഷനാണ് നിങ്ങൾ കാണുന്നത്. ഒരിക്കലും സ്കാൽപ്പിംഗ് അല്ല, ഒന്നുമല്ല. ഫസ്റ്റ് മനസ്സിലാക്കിയേക്ക്. നിങ്ങൾ ഇതുവരെ പഠിച്ച ശീലങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ശീലമാണിത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് പ്രൈസിലാണ് ട്രേഡിങ് നടക്കുന്നത്. പ്രൈസിലേക്ക് പോകാം നിങ്ങൾ 21-65 ഈ പ്രൈസിലേക്ക് വന്നാലാണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നും സ്പോട്ടില്ല, സ്പോട്ടൊക്കെ അടിയിലാണ് നിൽക്കുന്നത്. സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് ഈ എൻട്രി ആക്ടിവേറ്റ് ആകുമ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും സ്പോട്ട് നോക്കി എൻട്രി എടുക്കാൻ പറ്റില്ല. പ്രൈസിലാണ് എൻ്റെ കളി നടക്കുന്നത്. അതാണ് വ്യക്തமான കാര്യം. ഇതാണ് ഈ സ്ട്രൈക്കിലാണെങ്കിലും നിഫ്റ്റിയൊക്കെ നിൽക്കുന്നത് റെസിസ്റ്റൻസിൻ്റെ സപ്പോർട്ടിൻ്റെ ഇടയിലാണ്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു എൻട്രി എടുക്കുന്നത്. PEയിലേക്ക്, അതും PEയിലേക്ക്, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന നേരത്ത്. അപ്പോൾ അത്രയും അടിപൊളി എൻട്രികളാണ് ഞാൻ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്, അതിലൊക്കെ ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് ബാങ്കിലും കൂടി ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ കൊടുത്ത എൻട്രി ആണ് കേട്ടോ. അത്
നമുക്ക് കാണാം 8:34 എൻട്രി ആണ്. 51,300 പിയിൽ 722.75 മുകളിൽ പോകുമ്പോൾ മേടിക്കാം. 822 വരെ ഹോൾഡ് ചെയ്യാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം പ്രൈസ് നന്നായിട്ട് മൂവ്മെൻറ്റ് കാണിച്ച് മുകളിലേക്ക് എത്തി. നമ്മുടെ ലെവലിൻ്റെ മുകളിൽ പോയി സെല്ലേഷൻ കണ്ടു. അവിടെ നിന്ന് ഒരു 30 പോയിൻ്റ് അല്ലെങ്കിൽ 20 പോയിൻ്റ് എസ് ഇട്ട് മേടിക്കുക. ഇതിലാണ് ലിമിറ്റോടെ നോക്കി ഇരിക്കുന്നവർക്ക് ഇതിലാണ് അടിയിൽ നിന്ന് കിട്ടും. എങ്ങനെ നോക്കിയാലും ഇതൊരു 100 പോയിൻ്റ് ടാർഗറ്റാണ് ഇത് അച്ചീവ് ആയിരിക്കുന്നത്. പിന്നെ എൻട്രികളുണ്ടായിരുന്നു, ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ എൻട്രി തന്നെയാണ്. 815-40 മുകളിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇത് കറക്റ്റ് ഒരു 30 പോയിൻ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നിട്ട് 102 പോയിൻറ്റിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ലേ, അവിടെയൊക്കെ എൻട്രികളുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പൊസിഷൻ 911 പൊസിഷൻ ഇവിടെ റിജക്റ്റ് ആയിട്ടില്ലേ, അതൊരു 3ാമത്തെ എൻട്രിയാണ് ഈ പ്രൈസിൻ്റെ. അത് നാളേക്ക് ആവും ചിലപ്പോൾ ആക്ടിവേറ്റ് ആവുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും ഇല്ല. നാളത്തേക്ക് വേറെ പ്രൈസ് റേഞ്ച് ആക്കി കേട്ടോ ഗൈസ്. ഞാൻ അവിടെ പോയി പഠിക്കാൻ നിൽക്കല്ലേ. ഇന്ന് നമുക്ക് കാണാം ഇവിടെ പിന്നെയും 911 മുകളിലേക്ക് പോയപ്പോൾ അവിടെ റിജക്റ്റ് ആയി അടിയിലേക്ക് പോന്നു. ഓൾറെഡി പ്രൈസ് അത്യാവശ്യം മൂവ് ചെയ്തു, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നാളെ ഉണ്ടാക്കി കിട്ടുള്ളൂ അതിൻ്റെ എൻട്രികളൊക്കെ. നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന എൻട്രികൾ ഫസ്റ്റ് കയറുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഫിറ്റിക്കൊക്കെ പോകാൻ പറ്റും. ഇത് ഞാൻ രാവിലെ കൊടുത്ത എൻട്രിയാണ്. നമ്മുടെ എൻട്രീസ് ഫോളോ ചെയ്യണവർക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ വളരെ ഈസിയാണ്. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കാണ്ടിരുന്നാൽ മാത്രം മതി. ഈസി ആയിട്ട് പറഞ്ഞുതരാൻ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ട്രസ്റ്റബിളായ സ്ഥലമാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാവുന്നതാണ്. എനിക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അഫോർഡബിളായ റേറ്റേ ഉള്ളൂ അതിനൊക്കെ. നമുക്ക് ലൈഫ് ടൈമിലേക്ക് അച്ചീവ്മെൻ്റ് ആണ് കിട്ടാൻ പോണത്. അത്ര അടിപൊളി പ്രൈസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. നിങ്ങളിപ്പോൾ റേഞ്ചിങ് മാർക്കറ്റ് ആണെങ്കിലും ശരി, ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ ട്രെൻഡ് ചെയ്ത് പോയ മാർക്കറ്റ് റിവേഴ്സിലാണെങ്കിലും ശരി, എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, അറിയാൻ പറ്റും. നിങ്ങൾ എപ്പോഴും മാർക്കറ്റിലിരിക്കുക, മാർക്കറ്റിനെ വിശ്വസിക്കുക. മാർക്കറ്റ് നിങ്ങൾക്ക് എല്ലാം തരും. പ്രോഫിറ്റും ലോസും തരുന്ന മാർക്കറ്റ് തന്നെയാണ്. നമ്മളവിടെ എൻട്രി എടുക്കുക എന്നുള്ള കാര്യം, ആ എൻട്രി എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ അത്രയുള്ള കാര്യം ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ ലോസിൽ നിൽക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് പഠിച്ച് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, ഇപ്പോഴും എൻട്രി എക്സിറ്റ് ടാർഗറ്റ് അറിയാത്തവരുണ്ടാവും. അവർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ഗ്രൂപ്പാണ്, എല്ലാവർക്കും ഏൺ ചെയ്യാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഇനി ആർക്കെങ്കിലും അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ലിങ്കിൽ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പിൻ ചെയ്തിട്ടുണ്ട് ടെലിഗ്രാമിൽ. എല്ലാവരും ലിങ്കിൽ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ട്രേഡ് ചെയ്യുക, സക്സസ് ആവുക. ബിറ്റ് കോയിനും എത്തേറെ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ് ട്രേഡിങ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അതിലും കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.